ഹായ് ഹലോ, ഇന്നൊരു ബുധനാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഇന്ന് നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഗ്രീൻ പീസ് കറിയും ഉണ്ടാക്കാനാണ് കേട്ടോ വിചാരിക്കണത്. അപ്പോൾ ഇതാ നൂൽപുട്ടിനുള്ള പൊടിയൊക്കെ വാട്ടിയെടുക്കുകയാണ്. ഞാൻ തിളച്ച വെള്ളത്തിലാണ് കേട്ടോ നൂൽപുട്ടിന് പൊടി വാട്ടിയെടുക്കൽ. ആദ്യമൊക്കെ നൂൽപുട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര പണിയായിരുന്നു കേട്ടോ. ചിലപ്പോൾ നല്ല വെള്ളം കൂടിയിട്ട് ഒരു ബലമാവും, ചിലപ്പോൾ അച്ഛന് പീച്ചിയൊക്കെ കിട്ടില്ല, പീച്ചുമ്പോൾ നല്ല ടൈറ്റായിട്ട് നല്ല ബലം പിടിച്ചിട്ട് ഇതാക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ നല്ല സുഖമാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ തിരിക്കണ നൂൽപുട്ടിൻ്റെ അച്ചില്ലേ, അതാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടിലിരുന്നു ഉണ്ടാക്കൽ. അപ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെ പണി കഴിയുമല്ലോ. പിന്നെ ഇപ്പം ഇന്ന് ആദ്യം ഉണ്ടാക്കിയിരുന്ന പോലെ തുണിയിൽ ഉണ്ടാക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു പണി കിട്ടി. പണി എന്ന് പറഞ്ഞാൽ ഗ്യാസ് കണ്ട് കഴിഞ്ഞു. അപ്പോൾ പിന്നെ കറി ഉണ്ടാക്കാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. ഇപ്പോൾ നമുക്ക് ഗ്യാസ് ഇല്ലാതെ ഒരടി മുന്നോട്ട് നിൽക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ചോറൊക്കെ ഞാൻ കരടുപ്പത്താണ് കേട്ടോ വെച്ചത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇക്കാക്ക് ഓഫീസിൽ പോയിട്ട് ഗ്യാസ് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവരുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ മീനൊക്കെ നന്നാക്കി സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ. കറിക്കുള്ളതും ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു. ഉപ്പേരിക്ക് വഴുതനങ്ങ ആയിരുന്നു കേട്ടോ. വഴുതനങ്ങ ഞാൻ കരടുപ്പത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പത്തിന് 2:30 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വിശക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികൾക്ക് സ്നാക്സിന് കൊടുത്ത് ചോക്കോ പൈ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും എടുത്ത് കഴിച്ചു. പിന്നെ ഇപ്പോൾ ഇതാ ഉപ്പേരി വന്ന ചട്ടിയിൽ കഴുകിയിട്ട് മീനും പൊരിക്കാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ കറിയിൽ മീൻ ഇട്ടു കേട്ടോ. അവിടെ കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മീൻ പൊരിക്കൽ കഴിഞ്ഞിട്ട് ആ അടുപ്പത്തിന് പപ്പടം പൊരിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.